ഇന്ന് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത സൂംബ ഡാൻസിനെ കുറിച്ചിട്ടാണ്. ആ ഡാൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയണം. ശാസ്ത്രജ്ഞനായ ഗലീലിയോയോട് 400 വർഷങ്ങൾക്ക് ശേഷം ഒരു മാർപ്പാപ്പ എന്തിനാണ് മാപ്പ് പറഞ്ഞതെന്നറിയാമോ? ഗലീലിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ഇരുണ്ട ജയിൽ മുറിയിൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നു. എൻ്റെ ശരീരങ്ങൾ ബന്ധനത്തിലാണെങ്കിലും എൻ്റെ മനസ്സ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. എന്തിനാണ് ഞാനിവിടെ? ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ശാസ്ത്രത്തിൻ്റെ പാത പിന്തുടർന്നു, പ്രപഞ്ചത്തിൻ്റെ സത്യം തേടി യാത്രകൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന്, സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന്. ഈ വാക്കുകൾ, ഈ സത്യം അധികാരികളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവൻ ശിക്ഷ അർഹിക്കുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഈ കല്ലറയിൽ എൻ്റെ ശബ്ദം മാത്രം കൂട്ടായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. എൻ്റെ ടെലിസ്കോപ്പിലൂടെ ഞാൻ ആകാശത്തെ നോക്കി. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ചന്ദ്രൻ്റെ പർവ്വതങ്ങൾ, ശുക്രൻ്റെ ഘട്ടങ്ങൾ, ഇവയെല്ലാം എനിക്ക് സത്യം കാണിച്ചു തന്നു. ഞാൻ ആ സത്യം പങ്കുവച്ചു. കാരണം അറിവ് പങ്കുവെക്കപ്പെടേണ്ടതാണല്ലോ. എന്നാൽ സത്യം എപ്പോഴും സ്വീകാര്യമല്ല. സത്യങ്ങൾ പലപ്പോഴും അപ്രിയങ്ങളാണ്. അധികാരം, പാരമ്പര്യം, ഭയം, ഇവയെല്ലാം സത്യത്തിൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് നമ്മളുടെ കടമയല്ലേ? അറിവിൻ്റെ വെളിച്ചം പകരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പുതിയ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും. ഒരുപക്ഷെ ഭാവി തലമുറകൾക്ക് എൻ്റെ ശബ്ദം ഒരു മങ്ങി അങ്ങോട്ട് പോയേക്കാം. പക്ഷെ സത്യം മങ്ങില്ലല്ലോ. ഒരു ദിവസം ഈ ജയിൽ മതിലുകൾ പൊളിഞ്ഞു വീഴും. ശാസ്ത്രത്തിൻ്റെ വെളിച്ചം ലോകത്തെ പ്രകാശിപ്പിക്കും. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷം എൻ്റെ വാക്കുകൾ ശരിയാണെന്ന് അവർ സമ്മതിക്കും, മാപ്പ് പറയും. കാരണം അവർക്ക് സത്യം മനസ്സിലാകും. 400 വർഷങ്ങൾക്ക് ശേഷം 1992 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഗലീലിയോയോട് സഭ കാണിച്ചത് തെറ്റായിപ്പോയി. കാരണം അവർ ശാസ്ത്രീയ തെളിവുകളെ മനസ്സിലാക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു പോയി. ശാസ്ത്രവും മതവും പരസ്പര പൂരകമായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് ഞാൻ വായിച്ചത് ഓർക്കുന്നു. ഈ ഗലീലിയോ തൻ്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിന്നു. എങ്കിലും അദ്ദേഹത്തിന് തടവും വിമർശനവും പരിഹാസവും ഒക്കെ നേരിടേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്നീട് ശരിയാണെന്ന് തെളിഞ്ഞു. സൂംബ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. 1990കളിൽ കൊളംബിയ നൃത്തശില്പിയും ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുമായിട്ടുള്ള ബാറ്റോ പൈറസ് സുംബ ഡാൻസ് ആവിഷ്കരിക്കുന്നത് ലോകത്തിലേക്ക് ഈ ലാറ്റിൻ അമേരിക്കൻ സംഗീതവും നൃത്ത ശൈലികളുമൊക്കെ ചേർത്തുകൊണ്ട് വ്യായാമത്തെ ഒരു ആഘോഷമാക്കുന്നതിൻ്റെ രീതി അവതരിപ്പിക്കുകയാണ് സൂംബയുടെ പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുകയും അത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണവും. ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും സൂംബ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ലോകമാകമാനമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സൂംബ നൃത്തങ്ങളിൽ അതിൽ പങ്കുചേരുന്നുണ്ട്. സൂംബ എന്നത് ഒരു ഫിറ്റ്നസിൻ്റെ പുതിയ മുഖമാണ്. സൂംബയ്ക്ക് പ്രത്യേക യൂണിഫോം ഒന്നുമില്ല. ആർക്കും ഏത് വേഷത്തിലും സൂംബ ഡാൻസ് ചെയ്യാം. ഞാൻ കുറച്ച് നാൾ അതിനുവേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായിട്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സൈക്കിൾ ചവിട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കാൽനട യാത്ര നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതിലൊക്കെ എന്ത് ലോജിക്കാണുള്ളത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സൈക്കിൾ ചവിട്ടിയാൽ ലഹരി വിട്ടുപോകുമോ? നടന്നാൽ മതസൗഹാർദ്ദം വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് സത്യത്തിൽ എന്ത് മറുപടിയാണ് പറയുക? മറ്റു ചില ആളുകൾ പറയുന്നു, വളരെ ആഴത്തിൽ വേരുള്ള ലഹരി പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരുതരം പ്രഹസനം, ഡാൻസ് കൊണ്ട് പ്രതിരോധങ്ങൾ തീർക്കുന്ന പരിപാടികൾ വെറും പ്രഹസനമല്ലേ? ലഹരിക്കെതിരെ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നു. ഏതെങ്കിലും രാജ്യങ്ങളിൽ നടന്ന ഗവേഷണമോ പഠനമോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. സൂംബ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്ട്രെസ്സ്, മാനസികാരോഗ്യം എന്നിവയാണ് എങ്കിൽ എന്തിനാണ് സൂംബ തന്നെ തിരഞ്ഞെടുക്കണം? വേറെ എന്തോര കാര്യങ്ങളുണ്ട്. അതിന് സൂംബ തന്നെ എന്തിനായിരിക്കും തിരഞ്ഞെടുത്തത് എന്നിങ്ങനെയൊക്കെയുള്ള കുറേയധികം ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു പുതിയ കാര്യങ്ങളും
സാധ്യമാക്കി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുന്നൊരു കാലമാണ്. കാലാധിഷ്ഠിതമായ മാറ്റങ്ങൾ വ്യായാമത്തിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വസ്ത്രങ്ങളിൽ മാറ്റം വരുത്തി, നമ്മുടെ ഭക്ഷണ രീതികളിലും ഭക്ഷണക്രമങ്ങളിലും നമ്മുടെ ഉറക്കത്തിലും മാറ്റം വരുത്തി, വീട് നിർമ്മാണത്തിലും വീടിനകത്തെ അണുകുടുംബ സെറ്റപ്പിലും വരെ മാറ്റങ്ങൾ വരുത്തി, നമ്മുടെ ആശയവിനിമയ രീതികളിൽ പോലും മാറ്റങ്ങൾ വരുത്തി. ഇമോഷൻസിനെ ഇമോജികളാക്കുന്നു. ഇപ്പോൾ AI നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം ചാനൽ ചർച്ചയിൽ ബഹളം വച്ച മതത്തിൻ്റെ ആളുകൾ കാലം മാറ്റി പറയിപ്പിക്കും. ഗലീലയ്ക്ക് വേണ്ടി മാർപ്പാപ്പ മാപ്പ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രാചീന കാലത്തിൽ നിന്നും ആധുനിക കാലത്തിലേക്ക് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചു, എന്നിട്ട് മതമുണ്ടാക്കി. അതിൽ നിയമങ്ങളും ആചാരങ്ങളും ചിട്ടകളുമൊക്കെ മനുഷ്യൻ തന്നെ എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളാക്കി. കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾക്കിടയിൽ ആ പഴഞ്ചൻ സിദ്ധാന്തങ്ങൾ മാറ്റി എഴുതപ്പെടുന്നില്ല എങ്കിൽ അത് പുറന്തള്ളപ്പെടും. അത് പുതിയ തലമുറ അതിനെ പുച്ഛത്തോടെയും തമാശയായിട്ടുമൊക്കെ കാണും. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അതിനെ കാലഹരണപ്പെട്ടത് എന്ന് പറഞ്ഞ് കളിയാക്കും. നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഐഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് അപ്ഡേറ്റുകൾ വരാറുണ്ട്. ഈ ഓരോ അപ്ഡേറ്റുകളുമാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നത് എല്ലാവർക്കും അറിയാം. മതമായാലും രാഷ്ട്രീയമായാലും മറ്റേത് മേഖലയായാലും അതിനകത്ത് അപ്ഡേറ്റുകൾ വന്നില്ല എങ്കിൽ അതിന് നിലനിൽപ്പില്ല. നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ ഫോണിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്ഡേറ്റുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഇന്ന് നോക്കിയ ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലത്തിന് വേണ്ടിയിട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് മനുഷ്യൻ പോകുന്നത്. എന്നാൽ കാലഹരണപ്പെട്ടു പോയ മതസിദ്ധാന്തങ്ങൾക്ക് മാറ്റങ്ങൾ വന്നില്ല എങ്കിൽ മുന്നോട്ടുള്ള യാത്ര വലിയ ദുഷ്കരമാണ്. സൂംബ ഒരു മനോഹരമായ എക്സസൈസാണ്. നമ്മുടെ എക്സസൈസിന് മടിയുള്ള ആളുകൾക്ക് ഇത്തിരി സംഗീതവും നൃത്തവുമൊക്കെ ചേർത്ത് ഒരു ആഘോഷമാക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ഗുണം. തിങ്ക് പോസിറ്റീവ്. Have a great day. Bye-bye.